ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഫിഷ് ടാങ്കുകളിലേക്ക് വാങ്ങുന്ന ടാർപോളിൻ്റെ കളർ അത് മീനുകളെയോ വെള്ളത്തെയോ ബാധിക്കുമോ എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ ഫിഷ് ടാങ്കുകളിലേക്കൊക്കെ വാങ്ങുന്ന ടാർപോളിൻ എന്ന് പറയുന്നത് ഈ ഒരു നീല കളറായിരിക്കും. കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുള്ളത് ഈ നീല കളറിലുള്ള ടാർപോളിനായിരിക്കും. ഫിഷ് ടാങ്കിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ മറയായിട്ട് കവർ ചെയ്യാനാണെങ്കിലും ഇതായിരിക്കും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കുമാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽപോളിൻ്റെ ടാർപോളിനാണ്. പല ജി എസ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 200 GSM വരെയുള്ള ടാർപോളിനുകളാണ് നമ്മൾ ടാങ്കുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ ബ്ലൂ കളറായിരുന്നു. ഇനി അതിൽ കൂടുതൽ നല്ല കട്ടിയുള്ള 500, 600, 700 GSത്തിൻ്റെയൊക്കെ ഏത് കളറാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ വരുന്ന വേറൊരു ടൈപ്പ് ടാർപോളിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു GSM ബേസ്ഡ് അല്ലാതെ, അതായത് തിക്നെസ് പറയുന്ന യൂണിറ്റ് ആണ് GSM എന്ന് പറയുന്നത്, ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. ഈ ജനറൽ പർപ്പസിന് വരുന്നതെല്ലാം GSM യൂണിറ്റിലാണ് അളക്കാറുള്ളത്. ഇത് കൂടാതെ മൈക്രോൺസ് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്ന ടാർപോളിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കൂടുതൽ ഫിഷ് ഫാമുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ അക്വാകൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മൈക്രോൺസ് യൂണിറ്റ് ആയിട്ട് പറയുന്ന ടാർപോളിനുകളാണെന്നാണ് പറയപ്പെടുന്നത്. അത് കൂടുതലും ഫിഷ് ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. അതായത് കാലക്രമേണ വല്ല കെമിക്കൽ റിലീസോ അങ്ങനത്തെ കാര്യങ്ങളോ അതിൽ നിന്ന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള നീല ടാർപോളിനുകൾ, അതായത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാർപോളിനുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ റിലീസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഇത്തരത്തിലുള്ള ടാർപോളിനുകൾ ഗ്യാരണ്ടി ചെയ്യാറില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ മൈക്രോൺസ് യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള അക്വാകൾച്ചറിന് സൂട്ടബിൾ ആയിട്ട് ടാർപോളിനുകളാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ടാർപോളിൻ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇനി നമുക്ക് കളറിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ. അപ്പോൾ ടാർപോളിനുകൾ നമ്മൾ വാങ്ങുമ്പോൾ അത് ഏത് ടൈപ്പ് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, ഇതാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മീനുകൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കുമോ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ കളർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അത് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിനെയും ബാധിക്കും, മീനുകളെയും ബാധിക്കും. വലിയ സീരിയസ് ആയിട്ടുള്ള രീതിയിലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൂ കളറിലുള്ള ടാർപോളിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാം. ബ്ലൂ കളർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വൈറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റിഫ്ലക്റ്റ് ആണ് ചെയ്യുക, ഒരിക്കലും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആൽഗെ ഫോർമേഷനൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കും. അത് ടെമ്പറേച്ചർ ഇൻക്രീസൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും ടെമ്പറേച്ചറിൽ വലിയ ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു കളർ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ ടെമ്പറേച്ചർ ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും, ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും. പിന്നെ ഈ ഒരു ബ്ലൂ ടാർപോളിൻ യൂസ് ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് മീനുകൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ ആൽഗെ വാട്ടറാണ്, ഈ ടാങ്കുകളിലൊക്കെ നമ്മുടെ ആൽഗെ വാട്ടറാണ്. ആൽഗെ വാട്ടർ ആണെങ്കിൽ പിന്നെ മീനുകൾക്ക് പ്രശ്നമില്ല, അതൊരു ഡാർക്ക് ആംബിയൻസ് ആണ്. ലൈറ്റ് ഡയറക്റ്റ് അതിൽ കൂടെ പാസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മീനുകൾ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടാങ്കിനകത്ത് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്ലൂവിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ചില മീനുകൾക്ക് അത് സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത്ര വലിയൊരു റിഫ്ലക്ഷൻ ഒന്നുമല്ല അതിനകത്ത് നടക്കുന്നത്. എങ്കിലും ബ്ലാക്ക് ടാർപോളിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ, അത് കൂടുതലായിട്ടുള്ള ഒരു ലൈറ്റ് അതിനകത്ത് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൽഗെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഇനിയാണ് നമ്മൾ ബ്ലാക്ക് ടാർപോളിനുകളെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്ന കളർ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കളറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ ഒരിക്കലും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഉദാഹരണത്തിന് ഡയറക്റ്റ് സൺലൈറ്റ് ബ്ലാക്ക് ടാർപോളിന് ഇട്ടിരിക്കുന്ന ഒരു ടാങ്കിലാണ് അടിക്കുന്നതെങ്കിൽ അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക, ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഡേ ടൈമിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത ബ്ലാക്ക് ടാർപോളിൻ യൂസ് ചെയ്യുന്ന ടാങ്കുകളിൽ കൂടുതലാണ് ബ്ലൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ സെയിം ബ്ലാക്ക് ടാർപോളിൻ യൂസ് ചെയ്ത ടാങ്കുകളിൽ രാത്രിയും ഒരു പ്രതിഭാസം നടക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റ്, അതായത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. അതായത് ഇത് രാവിലെ അബ്സോർബ് ചെയ്യുന്നു പറഞ്ഞു, അതേപോലെ തന്നെ നൈറ്റ് ടൈമിൽ പെട്ടെന്ന് തന്നെ ഇത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ വെള്ളം പെട്ടെന്ന് കൂളാവാൻ സാധ്യതയുണ്ട്. അതായത് നല്ല സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടിയും പറയുന്നുണ്ട് ബ്ലാക്ക് ടാർപോളിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബ്ലാക്ക് ടാർപോളിൻ യൂസ് ചെയ്യുമ്പോൾ മീനുകൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ആംബിയൻസ് ആയിരിക്കും അടിഭാഗത്ത്, ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യില്ല, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ മീനുകൾ കംഫർട്ടബിൾ ആയിരിക്കും, ഡാർക്ക് ആംബിയൻസ് ആയിരിക്കും വെള്ളത്തിൽ. അതുപോലെ തന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൽഗെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും ബ്ലാക്ക് ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകളിൽ. പിന്നെ ബ്ലൂ ടാർപോളിൻ ആണെന്നുണ്ടെങ്കിൽ മീനുകളെ സ്പോട്ട് ചെയ്യാനും അതിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് ടഫാണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലൂ കളറാണ്.
ബ്ലാക്ക് കളർ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് ബ്ലാക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ കുറേ ഫാമുകളിലൊക്കെ കൂടുതലും ബ്ലാക്ക് കളറാണ് ടാർപോളിൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ അവരുടെ ടാങ്കിനും സ്ഥലത്തിനും കുളത്തിനും മുകളിലൊക്കെ ഗ്രീൻ നെറ്റും ഗ്രീൻ ഷെയ്ഡും അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ടെമ്പറേച്ചറിന്റെ പ്രശ്നമൊന്നും വരില്ല. നിങ്ങൾ ബ്ലാക്ക് ടാർപോളിൻ ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ ബ്ലാക്ക് കളറിൻ്റെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പലർക്കും ഓൾറെഡി അനുഭവം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ചൂടെടുക്കാനായിട്ട് തുടങ്ങും. അത്രയും ചൂടും കാര്യങ്ങളൊന്നും നമുക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കളർ കോമ്പിനേഷൻസുള്ള കളറിലുള്ള ഡ്രസ്സുകൾ ഇട്ടാലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതെല്ലാം കളർ സയൻസും കളർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊരു ഫാക്റ്റാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഒരു ബ്ലാക്ക് സർഫസിലേക്ക് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല. അതേസമയം വൈറ്റ് സർഫസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കളർ കോമ്പിനേഷൻസിലുള്ള കളറിലേക്ക് നിങ്ങൾ ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ബ്ലാക്ക് ഒന്നും റിഫ്ലക്റ്റ് ചെയ്യാതെ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ടാർപോളിൻ്റെ കളർ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.